നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ശിഷ്യന്മാരുടെ ദൃഢപ്രതിജ്ഞ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 29 മുതൽ 31 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പത്രോസ് അവനോട്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അവനോ, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് അധികമായി പറഞ്ഞു. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. കർത്താവായ യേശു തനിക്ക് സംഭവിക്കാനുള്ളതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇന്ന് രാത്രി നിങ്ങൾ എല്ലാവരും എന്നെ വിട്ട് പോകും. അപ്പോൾ ശിഷ്യന്മാരുടെ പ്രതിനിധിയായി പത്രോസ് പറയുകയാണ്, ആരെല്ലാം നിന്നെ വിട്ടുപോയാലും ഇടറിയാലും ഞാൻ ഇടറുകയില്ല. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ വിട്ടുപോവുകയില്ല, തള്ളിപ്പറയുകയില്ല. ഇതാണ് പത്രോസ് പറഞ്ഞത്. താഴെ വായിക്കുന്നത് അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു എന്നാണ്. ഞങ്ങൾ ആരും ഓടുകയില്ല, ഞങ്ങൾ നിന്നോട് കൂടെ കാണും. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ കൂടെ കാണും. വാസ്തവം പറഞ്ഞാൽ അവർക്ക് യേശുവിനോടുള്ള സ്നേഹമായിരുന്നു അത്, അവരുടെ ആഗ്രഹമായിരുന്നു അത്, അവരുടെ ദൃഢപ്രതിജ്ഞയായിരുന്നു അത്. എന്നാൽ കർത്താവായ യേശുവിനോട് കൂടെ വേറെ ആരും മരിക്കേണ്ട, ആത്മരക്ഷയ്ക്ക് വേണ്ടി വേറെ ആരും മരിക്കേണ്ട. ചില ക്രിസ്തുമതക്കാർ യേശുവിനോട് കൂടെ ഒരു രക്ഷകൻ അല്ലെങ്കിൽ സഹരക്ഷക എന്നൊക്കെ ചിലരെ അവരോധിക്കാറുണ്ട്. ഇല്ല, മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ദൈവം അയച്ചത് തൻ്റെ ഏകജാതനായ പുത്രനെയാണ്. ത്രിയേക ദൈവത്തിലെ പുത്രൻ തമ്പുരാനെയാണ് രക്ഷ ഒരുക്കുവാൻ ദൈവം അയച്ചത്. ആ കൂടെ ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ഒരു ദൂതനോ ഇല്ല, അതിൻ്റെ ആവശ്യവുമില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. യേശു പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ മനുഷ്യവർഗത്തിന് രക്ഷ ഒരുക്കിയത് യേശു മാത്രമാണ്. യേശുവിൻ്റെ ഐഹിക ജീവകാലത്ത് അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനം മുതൽ പല ആളുകളും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു മനുഷ്യ ശിശു, ഒരു മനുഷ്യ ബാലൻ, ഒരു മനുഷ്യ യുവാവ് എന്നുള്ള നിലയിൽ, ഒരു ഉപദേഷ്ടാവ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ എന്നുള്ള നിലയിൽ പലരും യേശുവിനെ വിവിധ നിലയിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ മനുഷ്യമൃഗത്തിൻ്റെ ആത്മരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ വേറെ ആരുമില്ല, വേറെ ആരും അതിന് യോഗ്യരുമല്ല. യേശു മരിച്ചെങ്കിൽ മാത്രമേ മനുഷ്യൻ്റെ മരണത്തിന് അല്ലെങ്കിൽ നരകത്തിന് പരിഹാരമാകുകയുള്ളൂ. ആദാമിനോട് ദൈവം പറഞ്ഞു, ഈ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കും. മരിക്കുമെന്ന് പറഞ്ഞാൽ ശരീരത്തിന് ജീവൻ പോകും എന്നുള്ള അർത്ഥം മാത്രമല്ല. മരണമെന്ന് പറഞ്ഞ വേർപാടാണ്. ഒന്നാമത്തെ വേർപാട്, നീ ദൈവത്തോട് വേർപെടും, ദൈവമില്ലാത്തവനാകും, ആത്മീയമായി നീ ഏകനാകും. അതാണ് ഒന്നാമത്തെ വേർപാട്, ഒന്നാമത്തെ മരണം. രണ്ടാമത്തേത്, ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടും തിന്നുന്ന നാളിൽ. മൂന്നാമത്തേത്, മരണശേഷം ആത്മാവ് സ്വർഗം വിട്ട് നരകത്തിൽ പോകാൻ ഇടയായിത്തീരും. ഇതാണ് 3 വേർപാട്. അപ്പോൾ മനുഷ്യന് സാധിക്കേണ്ടത് എന്താണ്? ആദാമിൻ്റെ സന്തതി പരമ്പരകളായ എല്ലാവരും ആത്മീയമായി മരിച്ചാണ് ജനിക്കുന്നത്. അല്ലെങ്കിൽ ദൈവം ഇല്ലാത്തവരായിട്ടാണ്, ദൈവമക്കളല്ല, സാത്താൻ്റെ മക്കളായിട്ടാണ് ജനിക്കുന്നത്. മനുഷ്യനെന്താ സാധിക്കേണ്ടത്? മനുഷ്യന് ദൈവത്തെ തിരിച്ചു കിട്ടണം, ദൈവമക്കളാകണം. രണ്ടാമത്, അവർ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കണം. മൂന്നാമത്, ഉയർത്ത് നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകാൻ ഇടയായിത്തീരണം. അങ്ങനെ 3 വേർപാടുകൾക്ക്, 3 മരണങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം.
ഇതിന് മനുഷ്യൻ എന്ത് ചെയ്യാൻ സാധിക്കും? മാതാപിതാക്കൾ പറയുന്നത് പിന്നെ അതിന് പറ്റിയ പാട്ടുകളൊക്കെ ഉണ്ട്, അതിന് പറ്റിയ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അതിന് പറ്റിയ വഴിപാടുകളും നേർച്ച കാഴ്ചകളും പുണ്യവസ്തുക്കളും ഒക്കെ ഉണ്ട്, അതിന് പറ്റിയ പുണ്യസ്ഥലങ്ങളുണ്ട് എന്നൊക്കെ മതനേതാക്കൾ പറയാറുണ്ട്. പുതിയ പുതിയ പുണ്യസ്ഥലങ്ങളും പുതിയ പുതിയ പുണ്യപുരുഷന്മാരുമൊക്കെ അവിടെ കൂണ് മുളയ്ക്കുന്നത് പോലെ മുളയ്ക്കാറുമുണ്ട്. പക്ഷേ അവർ തെളിയിക്കണം. അവർ മരിച്ചവരെ ഉയർപ്പിച്ച് കാണിച്ചാൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ശരിയാണല്ലോ, ചിലപ്പോൾ അവർക്ക് മനുഷ്യന് നരകത്തിൽ നിന്ന് വിടുവിക്കാൻ പറ്റുമായിരിക്കുമെന്ന് വേണം നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ആരും മരിച്ചവരെ ഉയർപ്പിച്ചിട്ടില്ലല്ലോ. അവർ മരിച്ചു മാറ്റപ്പെടുകയല്ലേ. അവർ മരിക്കുമ്പോൾ ആളുകൾ പറയുന്നത് അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നല്ലേ. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെ ഒരു മാർഗം ഒരുക്കണം. പാപമില്ലാത്ത ദൈവം ഒരു മാർഗം ഒരുക്കും. ഇവിടെ ഉപദേശമല്ല വേണ്ടത്, മാർഗമാണ് വേണ്ടത്. കർത്താവായ യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരം അതിന് തയ്യാറായി. ഈ 3 മരണം അനുഭവിക്കാൻ യേശു തയ്യാറായി. ഒന്നാമത് യേശു, അതായത് ആത്മീകമായ മരണത്തിന് പരിഹാരം വരുത്തുവാൻ, താൻ ദൈവത്തിൽ നിന്ന് വേർപെടുവാൻ, താൻ ഒറ്റപ്പെടാൻ തയ്യാറായി. അതാണ് കാൽവറിയിൽ സംഭവിച്ചത്. യേശു പറഞ്ഞു, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? രണ്ടാമത് യേശു കുരിശിൽ അനുഭവിച്ചതെല്ലാം നരകത്തിൻ്റെ പ്രതീകങ്ങളാണ്. നരകത്തിൽ ഏകാന്തതയാണ്, നരകത്തിൽ ഇരുട്ടാണ്, നരകത്തിൽ ദാഹമാണ്, നരകത്തിൽ വേദനയാണ്, നരകത്തിൽ നിലവിളിയാണ്. ഇതാണ് യേശു കുരിശിൽ അനുഭവിച്ചത്. മൂന്നാമതായിട്ട് യേശുവിൻ്റെ ശരീരത്തിൽ ജീവൻ അല്ലെങ്കിൽ ആത്മാവ് വേർപെടുവാനിടയായി, പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് യേശു പറയുവാൻ ഇടയായി. ഇതാണ് രക്ഷാമാർഗം. അതിൽ വേറെ ആർക്കും പങ്കില്ല. വേറെ ആരും അതിനകത്ത് സഹരക്ഷകരല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോകും. കാരണം അങ്ങനെ പഴയ നിയമത്തിൽ പ്രവചനമുണ്ട്, ആടുകൾ ചെതറിപ്പോകുന്നതിന് ഇടയനെ വെട്ടുക. യേശു പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ പത്രോസ് പറയുകയാണ്, ആരോടിയാലും ഞാൻ ഓടുകയില്ല, നിന്നോട് മരിക്കാൻ ഞാനിരിക്കുകയാണ്. അത് പത്രോസിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയതാണ്. അമിതമായ തൻ്റെ ഓവർ കോൺഫിഡൻസ് അത് വെളിപ്പെടുത്തിയതാണ്, അല്ലെങ്കിൽ ആ ദൃഢപ്രതിജ്ഞ പറഞ്ഞതാണ്. പക്ഷേ യേശു പറഞ്ഞു, കോഴി 2 വട്ടം പോകുന്നതിന് മുമ്പേ 3 വട്ടം നീ എന്നെ തള്ളിപ്പറയും. ചില ആളുകൾ പറയുന്നത് അത് അക്ഷരാർത്ഥത്തിലുള്ള കോഴിയല്ല. യെരുശലേമിലെ കാവൽ പടയാളികൾ അവരുടെ ഡ്യൂട്ടി മാറുന്ന സമയത്ത് കോഴി കൂവുന്നത് പോലെ ബ്യൂഗിൾ വായിക്കും, അതാണെന്നാണ്. യെരുശലേമിൽ കോഴിയില്ലെന്നാണ്. യെരുശലേമിലെ വീടുകളിൽ ഇന്ന് കോഴിയില്ലായിരിക്കാം. ഇന്ന് അത് പരിഷ്കൃതമായ ഒരു പട്ടണമാണ്. അന്നുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് യേശു തന്നെ പറഞ്ഞു, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്രയോ വട്ടം മനസ്സായിരുന്നു. അപ്പോൾ അന്ന് കോഴിയെ മുട്ട അടയിരുത്തി വിരിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പൂങ്കോഴി അതിന് മസ്റ്റാണല്ലോ. പിടക്കോഴി ഉണ്ടെങ്കിൽ പൂങ്കോഴിയും ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കോഴിയുടെ കാര്യം തന്നെയാണ്. കോഴി 2 വട്ടം കൂവുന്നതിന് മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. ഈ കോഴി 2 വട്ടം കൂവുക എന്നുള്ളത് ഈ പട്ടാളക്കാർ 3 മണിക്കൂർ ഇടയിട്ട് അവർ ഡ്യൂട്ടി മാറുമ്പോഴുള്ള ആ ബ്യൂഗിളുമായിട്ട് ഒരിക്കലും ഒക്കുന്നില്ല. കാരണം പത്രോസ് തീ കായുന്ന സമയത്ത് ആദ്യം കോഴി കൂവി, പിന്നെ 2ാമത് കൂഴി, പിന്നെ 3ാമത് കൂകിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ബ്യൂഗിൾ അങ്ങനെയല്ലല്ലോ, 3 മണിക്കൂർ ഇടയിട്ടല്ലേ. അപ്പം അതൊരിക്കലും ചേരത്തില്ല. യേശു പറഞ്ഞത് അക്ഷരപ്രകാരം നിറവേറുകയാണ്. അല്ലെങ്കിൽ ശിഷ്യന്മാർ വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു, ദൃഢപ്രതിജ്ഞ പറഞ്ഞു. പക്ഷേ ദൃഢപ്രതിജ്ഞയല്ല, നമ്മുടെ ആത്മവിശ്വാസമല്ല, മറിച്ച് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതാണ് നിറവേറേണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരുന്നു, ആടുകൾ ചെതറിപ്പോകാനിടയായി തീരും. അതായത് ഇടയൻ യേശു ഏകനാകാൻ ഇടയാകുമെന്ന് എഴുതിയിരുന്നു. അതാണ് യേശു പറഞ്ഞത്, അതാണ് സംഭവിച്ചത്. നമുക്ക് വേണ്ടി ഏകനായ, നമുക്ക് വേണ്ടി ശിഷ്യന്മാരുടെ ഒന്നും സഹായമില്ലാതെ ഏകനായി തീർന്ന ഏകനായി രക്ഷാമാർഗം ഒരുക്കിയ യേശുവിനെ നമുക്ക് സ്നേഹിക്കാം. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.